മതവും വിശകലന വിധേയമാക്കി അതിനെ ഹിന്ദു മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ, അയാൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നയാളാകും. ആ സ്ഥാപനത്തിലെ ജീവനക്കാരോട് അയാൾ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, അവർക്ക് കൂലി കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നു. ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾ സ്ഥാപന ഉടമക്കെതിരായി സമരത്തിനിറങ്ങി പുറപ്പെടുന്നു. ആ സമരത്തെ സ്ഥാപനത്തിന്റെ ഉടമയുടെ മതവുമായും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ മതവുമായും ബന്ധപ്പെടുത്തിയാൽ അതെങ്ങനെ ശരിയാകും? നമ്മളുടെ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും മതമൈത്രിയുടേതും മതസൗഹാർദ്ദത്തിൻ്റെതുമാണ്. 1921 എന്ന് പറയുന്നത് ഒരുപാട് നൂറ്റാണ്ടുകൾക്കപ്പുറമൊന്നുമല്ല, ഒരു നൂറ്റാണ്ടിനപ്പുറമാണ്. അന്ന് നടന്നത് ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ചയും രമ്യതയില്ലായ്മയും ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. നമ്മളുടെ രാജ്യത്തിന്റെ ഇന്നോളമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിൽ കാണുന്ന ഹൈന്ദവ മുസ്ലിം മൈത്രിയും സൗഹൃദവും എവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. 25 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വന്നത് മലപ്പുറത്താണ്. കുറിചാർത്തിയ സ്ത്രീകളും ചന്ദനക്കുറിയിട്ട ഹൈന്ദവ സഹോദരിമാരും മക്കനയും ഹിജാബും തട്ടവുമിട്ട മുസ്ലിം സ്ത്രീകളും ഇടകലർന്ന് ഇഴചേർന്ന് ഒരു മഹാസദസ് അന്ന് അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. ആ സദസ് കണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി ബിജെപിയുടെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്, ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയുള്ള മനോഹരമായ ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിയുമോ എന്ന് സംശയമാണ് എന്നത്രേ. വാജ്പേയി പോലും അംഗീകരിച്ചതാണ് മലപ്പുറം ജില്ലയുടെ മതസൗഹാർദ്ദവും മതമൈത്രിയും നിറഞ്ഞ അന്തരീക്ഷം. നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഈ ജില്ലയിൽ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ കൊണ്ട് ഉണ്ടായി എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 1921 ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം കലാപത്തിലേർപ്പെടുകയും നിരവധി ഹിന്ദുക്കളെ മുസ്ലിം കലാപകാരികൾ കൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നല്ലോ മഞ്ചേരി. ഈ മഞ്ചേരിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങളുടെ മുത്തച്ഛന്മാരെ അല്ലെങ്കിൽ മുത്തച്ഛന്റെ അച്ഛനെ മാപ്പിള കലാപകാരികൾ കൊന്നു എന്ന്? RSSനെയും സംഘപരിവാറിനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏറനാടിന്റെ ആസ്ഥാനമെന്നറിയപ്പെടുന്ന ഈ മഞ്ചേരിയിൽ മാപ്പിള കലാപകാരികളാൽ വധിക്കപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ നിങ്ങൾ കണിനിരത്താൻ സാധിക്കുമോ? ജന്മിമാരുണ്ടാകും, അത് സ്വാഭാവികമാണ്.
ജന്മിമാർ കുടിയാന്മാരെ ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിനെതിരായി കുടിയാന്മാരായിട്ടുള്ള ആളുകൾ, കർഷക തൊഴിലാളികൾ പ്രതികരിച്ചിട്ടുണ്ടാകും. ആ പ്രതികരണത്തെ മതത്തിന്റെ ചെലവിൽ എഴുതി രാജ്യത്ത് ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങളെ അകറ്റുവാനും തമ്മിലടിപ്പിക്കുവാനും ആസൂത്രിതമായി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുകയാണ്. നമ്മളുടെ ജില്ല ഒരു ഘട്ടത്തിലും സാമുദായികമായിട്ടുള്ള സംഘർഷങ്ങൾ കൊണ്ട് മുഖരിതമായത് കേട്ടുകേൾവിയില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. കേരളത്തിലും ബംഗാളിലുമാണ് അന്ന് കലാപങ്ങൾ ഉണ്ടാകാതെ പോയത്. ബംഗാളിൽ അന്ന് CPIM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായില്ല. 1921 വർഗീയ കലാപമായിരുന്നു നടന്നതെങ്കിൽ ആ കലാപത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുടെ പേര് സംഘപരിവാരങ്ങൾക്ക് അറിയുമോ? MP നാരായണ മേനോൻ എന്നാണ് ആ മഹാമനുഷ്യന്റെ പേര്. എന്തായിരുന്നു MP നാരായണ മേനോൻ ചെയ്ത തെറ്റ്? ഇവിടുത്തെ മാപ്പിള കർഷകരെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിന് പ്രേരിപ്പിച്ചു. ഹിന്ദു മുസ്ലിം കലാപമാണെന്ന് നടന്നതെങ്കിൽ MP നാരായണ മേനോൻ 14 വർഷം എന്തിനാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചത്? ആരംഭഘട്ടത്തിൽ ഇത് വർഗീയ കലാപമാണെന്ന് അറിയാത്തത് കൊണ്ടാണെങ്കിൽ MP നാരായണ മേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ അറിയിക്കുമായിരുന്നില്ലേ? മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായി നടത്തിയ കലാപമായിരുന്നു അത്. അതുകൊണ്ട് അങ്ങതിൽ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു പോരണം. അങ്ങനെ മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലോ. സവാർക്കറെ പോലെയുള്ള ആളുകൾ 3ഉം 4ഉം തവണ മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചനം നേടിയിട്ടുണ്ട്. എന്തേ MP നാരായണ മേനോൻ 14 വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാര് കുറച്ച് ദിവസം രേഖപ്പെടുത്തി വിട്ടയച്ചില്ല? ആ 14 വർഷം MP നാരായണ മേനോൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നുള്ളത് തന്നെ അന്ന് നടന്നത് വർഗീയ കലാപമായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തിനായിരുന്നു ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്? അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങൾ ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ച്, കാലുകളിലും ചങ്ങലകൾ ബന്ധിച്ച് കുതിരപ്പുറത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരനിരുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. നാട്ടിൻപുറങ്ങളിൽ മുഴുവൻ നാനാജാതി മതസ്ഥർ വാവിട്ട് കരഞ്ഞു ഈ രംഗം കണ്ടിട്ട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തത് 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് കുടിയാന്മാരായ മാപ്പിളമാരെ പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിനാണ്. അദ്ദേഹം മാപ്പെഴുതി കൊടുത്ത് പുറത്തു പോന്നു. എത്രയാണോ ബ്രിട്ടീഷ് കോടതി ശിക്ഷയായിട്ട് വിധിച്ചത് ആ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങി ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. വാഗൺ ട്രാജഡി ദുരന്തം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹിന്ദു മുസ്ലിം കലാപമാണ് 1921 നടന്നതെങ്കിൽ
ആ കലാപത്തിൽ പങ്കെടുത്ത ആളുകളെയാണല്ലോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു വാഗനിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. പോത്തന്നൂരിൽ വെച്ച് വാഗൻ തുറന്നു നോക്കി 70 ആളുകൾ മരിച്ചിരിക്കുന്നു. ആ 70 ആളുകളിൽ എങ്ങനെയാണ് 4 ഹൈന്ദവ സഹോദരന്മാർ ഉൾപ്പെട്ടത്? മേലേടത്ത് ശങ്കരൻ നായർ ഉൾപ്പെടെ 4 ഹൈന്ദവ സഹോദരന്മാർ എങ്ങനെ ഉൾപ്പെട്ടു വാഗൻ ട്രാജഡി ദുരന്തത്തിൽ? ഹിന്ദുക്കൾക്കെതിരെ കലാപം നടത്തിയ മാപ്പിളമാരെയാണല്ലോ സംഘപരിവാരങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കോയമ്പത്തൂരിലേക്ക് നാടുകടത്തേണ്ടത്. അവരുടെ കൂട്ടത്തിൽ എങ്ങനെ 4 ഹൈന്ദവ സുഹൃത്തുക്കൾ ഉൾപ്പെട്ടു? അവർ തങ്ങളുടെ 66 മുസ്ലിം സുഹൃത്തുക്കളുടെയും സഹോദരന്മാരുടെയും കൂടെ ശ്വാസം കിട്ടാതെ നീറി നീറി മരിച്ചു. മേലേടത്ത് ശങ്കരൻ നായർ, തട്ടാൻ ചെട്ടിച്ചിപ്പു ഉൾപ്പെടെയുള്ള 4 ഹൈന്ദവ സുഹൃത്തുക്കൾ എങ്ങനെ അതിൽ ഉൾപ്പെട്ടു? തുവൂര് കിണറ്റിൽ വലിയ കൂട്ടക്കൊല നടത്തിയ ആളുകളെ തള്ളി എന്നാണല്ലോ സംഘപരിവാരങ്ങൾ പറയുന്നത്. ആ സംഭവം യാഥാർത്ഥ്യമാണ്. അങ്ങനെ തള്ളാൻ കാരണം ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തു മാപ്പിള കലാപകാരികളെ. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ചില ഭൂരിപക്ഷം വരുന്ന ആളുകൾ, അവരിൽ നിന്ന് അതിലെ യഥാർത്ഥ ആളുകളെ പിടികൂടി കലാപകാരികൾ വധിച്ചു. തുവൂരിലെ കിണറ്റിൽ കണ്ട മൃതദേഹത്തിലും 4 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ പെട്ടു അവര്? ഹിന്ദുക്കളെ മാത്രമായിരുന്നു അന്ന് കലാപകാരികൾ കൊന്ന് ആ കിണറ്റിൽ തള്ളിയതെങ്കിൽ അതിൽ 4 മുസ്ലിങ്ങൾ എങ്ങനെ പെട്ടു? കലാപകാരികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതായിരുന്നില്ല പ്രശ്നം. ബ്രിട്ടീഷുകാർക്ക് കലാപകാരികളെ ഒറ്റുകൊടുക്കുന്നവർ മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും അവർ നേരിട്ടു. 1921 കലാപത്തിന്റെ മുഴുനീളമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി കലാപകാരികൾ ക്രൂരത കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആരുടെ കാര്യത്തിലാണ്? ഏതെങ്കിലും ഹിന്ദു ജന്മിമാർക്കെതിരായി അന്നത്തെ സമരക്കാർ നടത്തിയ ക്രൂരകൃത്യമാണോ? ഒരിക്കലുമല്ല. ആനക്കയത്തെ ഖാൻ ബഹദൂർ ചേക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിമായിട്ടുള്ള പോലീസുകാരനെ അദ്ദേഹത്തിന്റെ തറവാട്ടിൽ കയറി വലിച്ചിറക്കി കൊണ്ടുവന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തറവാട്ട് മുറ്റത്തിട്ട് വെട്ടിക്കൊന്നു. എന്തിനാണെന്നറിയോ? മാപ്പിള കലാപകാരികളുടെ കലാപ സ്ഥലങ്ങൾ, അവരൊളിച്ചിരിക്കുന്ന ഇടങ്ങൾ ബ്രിട്ടീഷ് പോലീസിന് ഒറ്റുകൊടുത്തു. പഴയ ബ്രിട്ടീഷ് പോലീസിലെ ജീവനക്കാരൻ കൂടിയായിരുന്ന ചേക്കുട്ടി. അതിൽ അമർഷം തീർക്കാൻ വേണ്ടിയും അതിൽ അതിശക്തമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ നിരവധി മാപ്പിള കലാപകാരികൾ ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുത്തരവാദി ചേക്കുട്ടിയാണ് എന്നറിഞ്ഞ സമരക്കാർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിക്കടുത്ത ആനക്കയത്തെ ചേക്കുട്ടിയുടെ തറവാട്ടിൽ ചെന്ന് അദ്ദേഹം 2ാം നിലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു തന്റെ വീടിന്റെ. അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മുറ്റത്തിട്ട് കൊന്ന് ആ തലക്കുന്തത്തിൽ കുത്തി ഈ മഞ്ചേരി അങ്ങാടിയിലേക്ക് ജാഥ നടത്തി. അങ്ങനെ ഒരു ജാഥ ഒരു ഹിന്ദു ജന്മിയുടെ കാര്യത്തിൽ പോലും മാപ്പിള കലാപകാരികൾ കാണിച്ചിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമരക്കാർ ആളുകളുടെ മതം നോക്കിയല്ല. ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളാണോ അല്ലയോ? ബ്രിട്ടീഷ് അനുകൂലികളാണെങ്കിൽ, സായിപ്പിന് കലാപകാരികളെ ഒറ്റുകൊടുക്കുന്നവരാണെങ്കിൽ, അവർ മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. എത്രയെത്ര സംഭവങ്ങൾ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്റെ ഗവേഷണം നടത്തിയത്. ഗവേഷണത്തിനിടയിൽ എന്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു കോട്ടക്കൽ ആര്യ വൈദ്യശാല 1800-കളിലൊക്കെയാണ്
ആ വൈദ്യശാല സ്ഥാപിതമാകുന്നത്. PS വാര്യർ ജീവിച്ചിരുന്ന കാലമാണ് 1921. ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമാണ് അന്ന് നടന്നതെങ്കിൽ ഈ ജില്ലയിൽ ആദ്യം തകർക്കപ്പെടേണ്ട സ്ഥാപനം കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ്. ഞാൻ ആര്യവൈദ്യശാലയിൽ ചെന്ന് അവിടുത്തെ ചരിത്ര പ്രമാണങ്ങൾ മുഴുവൻ പരതി നോക്കി. 21 കലാപത്തിൽ അന്ന് സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു വ്യക്തി ആര്യവൈദ്യശാലയ്ക്കെതിരെ ഒരു കല്ലെടുത്തെറിഞ്ഞ് ആര്യവൈദ്യശാലയുടെ ഓട് പൊട്ടി എന്ന് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, PS വാര്യരുടെ ജീവചരിത്രം കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വൈദ്യരത്നം PS വാര്യർ, കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവം നേരിൽ കണ്ട വ്യക്തി അത് വിശദീകരിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യരത്നം PS വാര്യരുടെ ബന്ധു കൂടിയാണ് ആ വ്യക്തി. എന്താണ് അദ്ദേഹം പറയുന്നത്? കോട്ടക്കലിനടുത്ത പുത്തൂരിൽ മാപ്പിള കലാപകാരികൾ എത്തി എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ കോട്ടക്കലിൽ പ്രചരിച്ചു. ഞങ്ങളൊക്കെ ഭയപ്പാടിലായിരുന്നു. എന്ത് സംഭവിക്കും എന്നതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കലാപകാരികൾ നേരെ ആര്യവൈദ്യശാലയിലേക്ക് വരും എന്നായിരുന്നു ഞങ്ങൾ ഭയപ്പെട്ടത്. ഒരു ദിവസം കഴിഞ്ഞ് 10ഓളം മാപ്പിള കലാപകാരികളുടെ നേതാക്കൾ PS വാര്യരെ കാണാൻ വേണ്ടി കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ വന്നു. വൈദ്യശാലയിൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞ്, എങ്കിൽ വാര്യറച്ചനെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാം എന്നും പറഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങളെല്ലാവരും ഭയചകിതരായിട്ട് അവിടെ നിന്നു. PS വാര്യർ പൂമുഖത്തേക്ക് കടന്നു വന്നു. അപ്പോഴും കലാപകാരികളുടെ നേതാക്കൾ മുറ്റത്തായിരുന്നു നിന്നിരുന്നത്. PS വാര്യർ അവരെ ചിരിച്ചുകൊണ്ട് തന്റെ പൂമുഖത്തേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം കിട്ടിയപ്പോൾ മാത്രമാണ് അവർ പൂമുഖത്തേക്ക് കയറിയിരുന്നത്. വാര്യറച്ചനുമായി അവർ ഒരുപാട് സംസാരിച്ചു. ബ്രിട്ടീഷുകാരുമായി സമരം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് PS വാര്യർ കലാപ നേതാക്കന്മാരോട് സംസാരിച്ചു, പറഞ്ഞു. അപ്പൊ കലാപ നേതാക്കന്മാർ കുടിയാന്മാരോട്, കർഷകരോട്, പാവപ്പെട്ട മനുഷ്യരോട്, ജന്മിമാരും ബ്രിട്ടീഷ് ഗവൺമെന്റും ചെയ്യുന്ന ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞു. അവര് പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് PS വാര്യർക്ക് മനസ്സിലായിട്ടാവണം അദ്ദേഹം അകത്തേക്ക് പോയി 500 രൂപ എടുത്തുകൊണ്ടുവന്ന് മാപ്പിള കലാപകാരികൾക്ക് സംഭാവന നൽകി. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിലാണ്. ആ ജീവചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കോട്ടക്കൽ ആര്യവൈദ്യശാല തന്നെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണാലയമല്ല. 500 രൂപ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് PS വാര്യർ മാപ്പിള കലാപകാരികൾക്ക് സംഭാവന കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സംഘപരിവാരത്തിന്റെ ആളുകൾക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? 500 രൂപ സംഭാവന കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, 5 ചാക്ക് നെല്ലും കൊടുത്തു കലാപകാരികൾക്ക്. ഹിന്ദുക്കൾക്കെതിരെ സമരം ചെയ്യുന്ന മാപ്പിളമാരെ വൈദ്യരത്നം PS വാര്യർ സഹായിച്ചു എന്ന് വിശ്വസിക്കണോ ഈ നാട്ടിലെ ആളുകൾ? കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഓരോടിന് മാപ്പിള കലാപകാരികൾ കല്ലെടുത്തെറിഞ്ഞ് പൊട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ചരിത്രം, ഇതാണ് വസ്തുത. അപ്പൊ പറയുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ടല്ലോ മാപ്പിള സമരക്കാർ. അന്ന് ചില ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. കാരണം ആ കാലത്ത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കളുടെയും അവകാശം കിട്ടിയ സ്ഥലമായിരുന്നു. 930-കൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്.
ഈ നാട്ടിലെ അധസ്ഥിതരും സാധാരണക്കാരുമായ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലങ്ങളായിരുന്നില്ലേ ക്ഷേത്രങ്ങൾ? ക്ഷേത്രങ്ങളിൽ കയറാൻ പോയിട്ട് ക്ഷേത്രങ്ങളുടെ നാലയലത്തുകൂടെ പോലും നടക്കാൻ, വഴി നടക്കാനുള്ള അവകാശം ഈ നാടിന്റെ മക്കൾക്കുണ്ടായിരുന്നു. അന്ന് സവർണരായിട്ടുള്ള ഭൂജന്മിമാരുടെ സമ്പത്ത് സൂക്ഷിക്കുവാനുള്ള കേന്ദ്രങ്ങളായിരുന്നു ചില ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കലാപകാരികൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ക്ഷേത്രങ്ങൾ മാത്രമല്ല കലാപകാരികൾ ആക്രമിച്ചിട്ടുള്ളത്, പള്ളിയും ആക്രമിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടിയിലെ പ്രസിദ്ധമായിട്ടുള്ള പള്ളി നമുക്കറിയാമല്ലോ. കൊണ്ടോട്ടിയിലെ തങ്ങൾ, കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു കൊണ്ടോട്ടി തങ്ങൾ. കൊണ്ടോട്ടി തങ്ങൾക്കെതിരായി പട നയിച്ചു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ. മാപ്പിളമാര് ചെന്നപ്പോ കൊണ്ടോട്ടി തങ്ങൾ കൊണ്ടോട്ടി പള്ളിയിൽ അഭയം തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. കൊണ്ടോട്ടി പള്ളി ആക്രമിച്ചു. മലബാറിലെ അന്നത്തെ 921 നടന്ന സമരത്തിലെ ധീര പോരാളികൾ ബ്രിട്ടീഷ് അനുകൂലിയായിട്ടുള്ള കൊണ്ടോട്ടി തങ്ങളെ പിടികൂടാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് കൊണ്ടോട്ടി പള്ളി ആക്രമിച്ചു. ഇന്നും കൊണ്ടോട്ടി പള്ളിയിൽ ചെന്നാൽ മാപ്പിള കലാപകാരികൾ അന്ന് വെച്ച വെടിയുടെ അടയാളങ്ങൾ കാണാം. ക്ഷേത്രത്തിൽ ബ്രിട്ടീഷ് അനുകൂലികൾ ഒളിച്ചിരുന്നപ്പോ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് 1921 കലാപകാരികൾ. പള്ളിയിൽ ബ്രിട്ടീഷ് അനുകൂലികൾ ഒളിച്ചിരുന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ പള്ളി ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ക്ഷേത്രമാണോ പള്ളിയാണോ എന്നുള്ളത് പ്രശ്നമേ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ, അതായിരുന്നു അവരുടെ മുന്നിലുള്ള പ്രശ്നം. ഇതാണ് യഥാർത്ഥത്തിൽ 1921 നടന്നത്. അല്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷമോ കലാപമോ ആയിരുന്നില്ല. അങ്ങനെ വരുത്തി തീർത്ത് നാട്ടിൽ ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങളെ അകറ്റുവാനാണ് RSSഉം സംഘപരിവാരും ശ്രമിക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, അവരൊക്കെ തന്നെ ഈ നാടിന് വേണ്ടി പടപൊരുതി മരിച്ചവരാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മലപ്പുറത്തെ കുന്നിൻ ചെരുവിൽ വെച്ച് വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് സംസ്കരിക്കാൻ പോലും വിട്ടുകൊടുത്തില്ല. എവിടെയോ കൊണ്ടുപോയി ബ്രിട്ടീഷ് സൈന്യം കത്തിച്ച് ചാമ്പലാക്കി അതിന്റെ ചാരം ഏതോ കടലിന്റെ ആഴിയിൽ കൊണ്ടുപോയി താഴ്ത്തി എന്നാണ് കേട്ടത്. ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ അനുവദിച്ചില്ല. കോയമ്പത്തൂരിനടുത്ത് മൃതദേഹം സംസ്കരിച്ചു, ആലി മുസ്ലിയാരെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും. ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മൃതദേഹം എങ്ങാൻ ഈ ഏറനാടിന്റെ മണ്ണിൽ സംസ്കരിക്കപ്പെട്ടാൽ വരാൻ പോകുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പ്രഭവ കേന്ദ്രം ആ സ്ഥലമാകും, ആ ഖബറാകും, ആ ദർഗയാകും, ആ മഖബറയാകും എന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. ആലി മുസ്ലിയാരെയും സംഘത്തെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ചാൽ ആ സംസ്കരിക്കപ്പെടുന്ന കേന്ദ്രം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്രമായിട്ട് പരിണമിക്കും എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മൃതദേഹം പോലും അവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അങ്ങനെ അത്യപൂർവം ആളുകളുടെ മൃതദേഹങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതിരുന്നിട്ടുള്ളൂ. അതിലൊരാളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വർഗീയ കലാപമായിരുന്നു 21 നടന്നതെങ്കിൽ ബ്രിട്ടീഷുകാരെന്താ ചെയ്യുക? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത്
ഈ രാജ്യത്തുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള ഹൈന്ദവ സുഹൃത്തുക്കളോട് പറയും, നിങ്ങളെ മുഴുവൻ കശാപ്പ് ചെയ്ത ആളുടെ മക്ബറയാണത്, അയാളുടെ ശവകുടീരമാണത്, അവിടെ പോയി നിങ്ങൾ കാർക്കിച്ചു തുപ്പ്. അങ്ങനെ തുപ്പുന്ന ഫോട്ടോ എടുത്ത് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുമായിരുന്നില്ലേ ബ്രിട്ടീഷുകാര്? എന്തേ അവരത് ചെയ്യാതിരുന്നത്? സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി പോരാടുന്ന പലരുടെയും ഗതി ഇത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം അതിക്രൂരമായി കൊലപ്പെടുത്തി, തെരുവിലൂടെ നടത്തിച്ച് ആളുകളെ കൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ സ്പോൺസേഡ് ആളുകളെ കൊണ്ട് ക്രൂരമായി കൊല ചെയ്യിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? കേണൽ ഗദ്ദാഫിയുടെ മൃതദേഹം ഇറച്ചിക്കടയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു. ഒരു മൃതദേഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അപമാനം മുഴുവൻ ചെയ്തു. എന്നിട്ടെങ്കിലും ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേണൽ ഗദ്ദാഫിയുടെ മൃതദേഹം അമേരിക്കൻ സാമ്രാജ്യത്വം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മൃതദേഹം ചെയ്തതുപോലെ കത്തിച്ച് ചാമ്പലാക്കി എവിടെയോ അജ്ഞാതമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കുകയാണ് ചെയ്തത്. കേണൽ ഗദ്ദാഫിയെ അമേരിക്ക ഭയപ്പെട്ടിരുന്നു. ഗദ്ദാഫി സംസ്കരിക്കപ്പെട്ട സ്ഥലം, ശവകുടീരം, അത് സാമ്രാജ്യത്വ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന് ലിബിയയിൽ പുതിയ പ്രഭവ കേന്ദ്രം തുറക്കും എന്നവർ ശങ്കിച്ചിരുന്നു. സമാനമായത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലും നടന്നു. ഈ നാടിന്റെ ചരിത്രം മതമൈത്രിയുടേതും മതസൗഹാർദ്ദത്തിന്റേതുമാണ്. പുതിയ തലമുറയിൽപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ചരിത്രത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കണം. സംഘപരിവാരങ്ങൾ നടത്തുന്ന ഈ ദുഷ്പ്രചരണങ്ങളെ പ്രതിരോധിക്കണം. സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം. എന്തൊക്കെയാണിപ്പോ RSSഉം BJPയും നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വിപാടനം ചെയ്യുന്നതിന് വേണ്ടി, നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കുടില തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിലാണ് വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് RSSഉം BJPയും ശ്രമിക്കുന്നത്. ഭരണകൂടങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. RSSകാർക്ക് BJPക്കാർക്ക് പിരിവ് കൊടുത്തില്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിയെ വിടുന്നു, കേന്ദ്ര ഏജൻസികളെ വിടുന്നു. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ പ്രവണത പോലും സംജാതമായി കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ബിസിനസ് നടത്തണമെങ്കിൽ ഇനി നാട്ടിലെ RSSകാരനെ കൊണ്ടുപോയി ലൈസൻസ് എടുപ്പിക്കേണ്ട ദുർഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. RSSകാരന്റെ പേരിൽ ലൈസൻസ് എടുത്ത് ബിസിനസ് നടത്തിയാൽ EDയെ തടുക്കാം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പ്രതിരോധ കവചമൊരുക്കാം. അതെല്ലാം നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ED ഇരച്ചെത്തും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും. ലക്ഷങ്ങളും കോടികളും നിങ്ങൾക്ക് ഫൈനായിട്ട് ചുമത്തും. ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ തട്ടമിട്ടു എന്നുള്ളതിന്റെ പേരിലല്ലേ വലിയ കുഴപ്പങ്ങൾക്ക് നാന്ദി കുറിച്ചത്? തട്ടമിടുന്ന പ്രവൃത്തിയും പ്രവണതയും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ ഇവിടെ? ആരും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു നിശ്ചിതമായിട്ടുള്ള യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കില്ല. അങ്ങനെ നിന്നിട്ടില്ല കർണാടകയിൽ. തങ്ങളുടെ വീട്ടിൽ നിന്ന് കോളേജ് വരെ ഒരു വേഷം അവർ ധരിക്കുന്നു. കോളേജിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് അത് മാറ്റി സ്കൂളിലെ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ ഏത് യൂണിഫോമിലാണോ ഇരിക്കുന്നത് അതുപോലെ അവർ ഇരിക്കുന്നു. കോളേജിനകത്ത് ഒരു യൂണിഫോം എന്നുള്ളത് അംഗീകരിച്ചിട്ടും കോളേജിലേക്ക് വരുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ടാണ്, തട്ടമിട്ടുകൊണ്ടാണ് എന്നുള്ളതിന്റെ പേരിലല്ലേ RSSകാരും BJPക്കാരും അവിടെ കുഴപ്പമുണ്ടാക്കിയത്? ജഹാംഗീർപൂരിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ചേരി പ്രദേശം മുഴുവൻ അടിച്ചു നിരത്തിയില്ലേ?
അതിനൊരുമ്പെട്ടപ്പോ ആരാണ് അതിനെതിരായി പ്രതിഷേധം ഉയർത്തിയത്? ബൃന്ദ കാരാട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആ JCBയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നോ എന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ പാർലമെന്റിൽ പണ്ടൊരിക്കൽ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന പോക്കർ സാഹിബ് നോ പറഞ്ഞു എന്ന് ലീഗിന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഞാനും ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ജഹാംഗീർപൂരിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യാൻ JCBയുമായി ഡൽഹിയിലെ BJP മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാരികൾ എത്തിയപ്പോ എവിടെയായിരുന്നു ലീഗിന്റെ MP-മാർ? എവിടെയായിരുന്നു ലീഗിന്റെ നേതാക്കന്മാർ? എത്ര MP-മാരുണ്ട് മുസ്ലിം ലീഗിന്? ലോക്സഭയിൽ 3 MP-മാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുണ്ട് ഒരു MP. രാജ്യസഭയിൽ ഒരു MP ഉണ്ട്. 4 MP-മാരുണ്ട് മുസ്ലിം ലീഗിന്. ജഹാംഗീർപൂരിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ നെഞ്ചത്തേക്ക് JCB ഇരച്ചു കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ നേതാക്കന്മാരാരെയും നമ്മൾ അവിടെ കണ്ടില്ല. ലീഗിന്റെ നേതാക്കന്മാരെ കണ്ടിരുന്നു കലാപങ്ങൾ നടക്കുന്നിടത്ത്. ഒരു കാലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഓടിയെത്തുമായിരുന്നു കലാപബാധിത പ്രദേശങ്ങളിൽ. ഭീവണ്ടിയിൽ, ജാംഷഡ്പൂരിൽ, മൊറാദാബാദിൽ, ബാംഗ്ലൂരിൽ, താണയിൽ, അങ്ങനെ തുടങ്ങി കലാപങ്ങൾക്ക് വിധേയമായ ജനവിഭാഗത്തിന്റെ കണ്ണീരൊപ്പാൻ പുതിയ കാലത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പാർട്ട് ടൈം നേതാക്കന്മാരാണ്. പാർട്ട് ടൈം MP-മാരെ മുസ്ലിം ലീഗിന് ഇപ്പോ ഉള്ളൂ. ഫുൾ ടൈം MP-മാരില്ല, ഫുൾ ടൈം നേതാക്കന്മാരുമില്ല. സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോ അവ സംരക്ഷിക്കുവാനുള്ള കവചമായി തങ്ങളുടെ MP സ്ഥാനം, തങ്ങളുടെ MLA സ്ഥാനം ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് ലീഗ് നേതൃത്വം മാറി. ബൃന്ദ കാരാട്ട് ആ JCBയുടെ മുന്നിൽ പോയി നിന്ന് നോ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിക്കുമായിരുന്നോ നിങ്ങൾ എന്തേ പോയില്ല എന്ന്? ഒരാളും ചോദിക്കില്ല. കാരണം ലീഗിന്റെ നേതാക്കന്മാര് പോയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ബൃന്ദ കാരാട്ട് പോകുന്നത്? ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ഭരണകൂടം അന്യായം ചെയ്യുമ്പോൾ അന്യായത്തെ എതിർക്കുക എന്നുള്ള ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യത്ത് ഏറ്റെടുക്കുന്നത്. സഖാവ് ബൃന്ദ കാരാട്ട് കാണിച്ച ആ ധീരത ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രത്തിൽ തങ്കലിപികളാൽ എന്നുമെന്നും രേഖപ്പെടുത്തപ്പെടും. ഒരു സംശയവും ഇല്ല. 1975-76 കാലത്താണ് തുർക്കുമാൻ ഗേറ്റിൽ നൂറുകണക്കിന് മുസ്ലിം കുടുംബങ്ങളെ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ JCB ഓടിച്ച് നിഷ്കാസിതമാക്കിയത്. അന്നും മുസ്ലിം ലീഗ് അനങ്ങിയില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസിന്റെ പക്ഷത്തായിരുന്നു അന്ന് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ അനങ്ങാൻ പറ്റിയില്ല തുർക്കുമാൻ ഗേറ്റ് സംഭവത്തിന്റെ എതിരായി. ഇപ്പൊ ജഹാംഗീർപൂരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി എത്രമാത്രം ജുഗുപ്സാവഹമായ രീതിയിലാണ് RSSും BJPയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്തിനാണ് PC ജോർജിനെ പിന്തുണച്ചത്? എന്താ PC ജോർജ് പറഞ്ഞത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്? മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുക, ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കടയിൽ കയറി ചായ കഴിക്കുക, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക. നമ്മളൊക്കെ ഏറ്റവും നല്ല സാധനം വില കുറച്ച് ഏത് കടക്കാരനാണോ തരുന്നത് ആ കടയിലല്ലേ പോയി സാധനം വാങ്ങും. ഇന്ന് വരെ ജീവിതത്തിൽ എന്റെ മതക്കാരൻ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന ധാരണയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? നല്ല ചായയും നല്ല വടയും നല്ല സാമ്പാറും നല്ല മസാല ദോശയും കിട്ടാൻ ഉടുപ്പി റെസ്റ്റോറന്റ് തിരഞ്ഞു നടക്കും നമ്മൾ. ഉടുപ്പി റെസ്റ്റോറന്റിന്റെ ഉടമ ആരാണ് എന്ന് എന്തെങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ?
നല്ല ചിക്കനും മട്ടനും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ മറ്റു ഹോട്ടലുകൾ തിരഞ്ഞ് നടക്കും. നമ്മൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ നമ്മൾ നോക്കാറുണ്ടോ ക്യാഷിൽ ആരാണ് ഇരിക്കുന്നത് എന്ന്? നമുക്ക് നല്ല സാധനങ്ങൾ ആരാണോ തരുന്നത് അവിടെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങും. അതിനെയാണ് വക്രീകരിച്ചുകൊണ്ട് മതത്തെയും ജാതിയെയും പ്രക്ഷേപിച്ച് കാണിച്ച് മതമാണ് ജാതിയാണ് പ്രശ്നം, നിങ്ങളെ ചൂഷണം ചെയ്യാൻ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ. ഏതെങ്കിലും വ്യാപാരികൾ സ്ഥാപനം തുടങ്ങുന്നത് ആരെങ്കിലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ നാട്ടിൽ നിലനിൽക്കുന്ന സൗഹൃദവും ഐക്യവും തകർക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നത്. എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് UPയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഇവിടെ നടക്കുന്നത് 80ഉം 20ഉം തമ്മിലുള്ള പോരാട്ടമാണ്. 80% ആളുകൾ ഒരു ഭാഗത്തും 20% ആളുകൾ മറുഭാഗത്തുമായിട്ടാണ് പോരാട്ടം നടക്കുന്നത്. ആരാ പറഞ്ഞത്? UPയുടെ മുഖ്യമന്ത്രി. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അധികാരം കൈയാളുക എന്നുള്ളതാണ് അവർ ലാക്കാക്കുന്നത്. ഇങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞിട്ടും UPയിൽ എത്ര ശതമാനം വോട്ടാണ് BJPക്ക് കിട്ടിയത്? പോൾ ചെയ്ത വോട്ടിന്റെ 42% വോട്ട്. അഖിലേഷ് യാദവിന്റെ പാർട്ടിക്ക് 32% വോട്ട് കിട്ടി. മായാവതിയുടെ പാർട്ടിക്ക് സീറ്റുകൾ കുറഞ്ഞെങ്കിലും 12%-ലധികം വോട്ടാണ് അവര് നേടിയത്. അതിനർത്ഥം അഖിലേഷ് യാദവിന്റെ പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും മാത്രം സഖ്യമുണ്ടാക്കിയിരുന്നു എങ്കിൽ 44% വോട്ട് നേടി ഭൂരിപക്ഷം സീറ്റുകൾ കരസ്ഥമാക്കി UPയിൽ അധികാരത്തിൽ വരാമായിരുന്നു എന്നുള്ളതാണ്. RSSന്റെയും BJPയുടെയും ഈ ഒരു വലിയ അധികാരത്തിന്റെ പുങ്കിലും മുഷ്കിലും ആരും തളരേണ്ട കാര്യമില്ല. ആർക്കും പ്രതീക്ഷകൾ അവസാനിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരിൽ ഭൂരിപക്ഷം വരുന്നവർ മതനിരപേക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവർ. ആ വോട്ടുകൾ ഒരു പെട്ടിയിൽ വീഴ്ത്തിയാൽ തീരുന്നതേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ ഈ അഹങ്കാരം, അമിത്ഷായുടെ ഈ ഹുങ്ക്, UP അതിന് നല്ല അനുഭവമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അഖിലേഷ് യാദവിന്റെ പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും മാത്രം യോജിച്ചിരുന്നു എങ്കിൽ UPയിൽ യോഗി ആദിത്യനാഥിനെ പരാജയപ്പെടുത്തി അവിടെ മതേതര ശക്തികൾ അധികാരത്തിൽ വരുമായിരുന്നു. UPയുടെ സ്ഥിതി അതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി പറയാതിരിക്കലല്ലേ ഭേദം? ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഉത്തരവാദിത്വവും. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു മുഗള രാജാക്കന്മാർക്കെതിരായി. നമ്മളുടെ രാജ്യത്ത് ഭരണകർത്താക്കളുടെ മതം എന്നെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടോ? പ്രാചീന കാലത്ത് ഹിന്ദു ചക്രവർത്തിമാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ല? അശോക ചക്രവർത്തി ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അദ്ദേഹം കലിംഗ യുദ്ധത്തിന് ശേഷം ഹിന്ദുമതം പരിത്യജിച്ച് ബുദ്ധമതം സ്വീകരിച്ചു. അന്നും ഇന്ത്യയിൽ ഭൂരിപക്ഷവും ഹിന്ദുമത വിശ്വാസികളാണ്. ആ ഹിന്ദുമത വിശ്വാസികൾ പറഞ്ഞു, മതം മാറിയ അശോക ചക്രവർത്തിയെ ഇനി ചക്രവർത്തി പദത്തിൽ ഇരുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം അദ്ദേഹം ഹിന്ദുവല്ലാതായിരിക്കുന്നു, അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചിരിക്കുന്നു. ചക്രവർത്തി പദത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് നീണ്ട 800 വർഷം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു. RSSും സംഘപരിവാരും പറയുന്നുണ്ടല്ലോ, മുഗള ചക്രവർത്തിമാർ വർഗീയവാദികളായിരുന്നു, ഔറംഗസേബ് വർഗീയവാദിയായിരുന്നു. നിങ്ങൾക്കറിയുമോ, മുഗള രാജാക്കന്മാരിൽ ഏറ്റവും അധികം കാലം രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ് ഔറംഗസേബ്. ഔറംഗസേബിനെ ആരും കൊന്നതല്ല, ഔറംഗസേബ് സ്വാഭാവിക മരണം പ്രാപിച്ചതാണ്. 49 കൊല്ലം ഇന്ത്യയുടെ ചക്രവർത്തിയായി ഭരിച്ചയാളാണ് ഔറംഗസേബ്. 49 കൊല്ലം. ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷ മതസമുദായമായിട്ടുള്ള ഹൈന്ദവരെ എന്തെങ്കിലും തരത്തിൽ ഔറംഗസേബ് ദ്രോഹിച്ചിരുന്നു എങ്കിൽ ഔറംഗസേബിന് 49 കൊല്ലം ഈ നാടിന്റെ ചക്രവർത്തിയായി വാഴാൻ പറ്റൂ. 5 കൊല്ലം വാഴാം. പട്ടാളത്തിന്റെ ഒക്കെ പിന്തുണയിലും പട്ടാളത്തിന്റെ ശക്തിയിലും മുഷ്കിലും. അല്ലെങ്കിൽ 10 കൊല്ലം.
സ്വാഭാവിക മരണം പ്രാപിക്കുന്നത് വരെ 49 കൊല്ലം ഈ രാജ്യത്ത് ചക്രവർത്തിയായ ആളാണ് ഔറംഗസേബ്. ആ ഔറംഗസേബിനെ കുറിച്ചാണ് പറയുന്നത് RSSഉം BJPയും. ഔറംഗസേബ് വർഗീയവാദിയായിരുന്നു, അദ്ദേഹം ഹിന്ദു വിരുദ്ധനായിരുന്നു. നീണ്ട 800 വർഷമാണ് മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചത്. ആ ഭരണം അവസാനിച്ചത് ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികൾ കലാപം നടത്തിയിട്ടല്ല. 1857 രാജ്യത്തിന്റെ 1ാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയപ്പോ ഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളുള്ള ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നേതാവും പോരാളിയുമായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെയാണ്. ആ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷ് പട്ടാളം സമരം അടിച്ചമർത്തി പിടികൂടി, എന്നിട്ട് റങ്കൂണിലേക്ക് നാട് കടത്തി. അതോടുകൂടിയാണ് മുഗള സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ടത്. അല്ലാതെ ഹിന്ദുമത വിശ്വാസികൾ ഏതെങ്കിലും ഒരു ക്ഷേത്രമുറ്റത്ത് യോഗം ചേർന്ന് മുഗളന്മാര് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവരുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ ചരിത്രം മുഴുവൻ RSSഉം BJPയും ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, SFIയുടെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചരിത്രത്തെയാണ്, സത്യത്തെയാണ് ചികഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് അത് ജനമധ്യത്തിൽ ബോധിപ്പിക്കണം, സമർപ്പിക്കണം. അതാണ് വരും കാലത്ത് വർത്തമാന ഇന്ത്യയിൽ ഓരോ ഇന്ത്യക്കാരനും ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ജോലിയെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് CITയുടെ ജില്ലാ സെക്രട്ടറിയും SFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് K. ഫിറോസ് ബാബു സംസാരിക്കും.